കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഇഗ്നോ ഫോക്കസ് 3.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. BECC 103 ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സിന്റെ ഒരു സെക്ഷനാണ് ഇന്ന് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. 2024 ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ BECC 103 ഈ ഒരു മാക്രോ എക്കണോമിക്സിന്റെ പേപ്പറിൽ നമുക്ക് കഴിഞ്ഞ കാലത്ത്, അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അനാലിസിസും അതുപോലെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസുകൾ നമുക്ക് വന്നിട്ടുണ്ട്, ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആദ്യം തന്നെ നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ട്രെൻഡും കാര്യങ്ങളും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കഴിയുന്നതോടുകൂടി മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ ഓരോ ബ്ലോക്കിൽ നിന്നായിക്കോട്ടെ, യൂണിറ്റിൽ നിന്നായിക്കോട്ടെ, ഒരു ടോപ്പിക് വൈസ് ആയിട്ടും ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ള ഏരിയാസ് ഏതാണ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കഴിയുന്നതോടുകൂടി മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്സുകൾ ഏതാണ്, കൂടാതെ നമുക്ക് ഇൻ കേസ് നമ്മുടെ ഈ ഒരു എക്സാമിൽ 2024 ഡിസംബറിൽ എക്സാമിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള വരാനുള്ള ഏരിയാസുകളും നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. കൂടാതെ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സെക്ഷന് ഏറ്റവും അവസാനം നിങ്ങൾക്കൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നുണ്ടായിരിക്കും. ആ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, സാധാരണ പോലെ എക്സാം എഴുതുന്ന അതേ ലാഘവത്തോടു കൂടി 3 മണിക്കൂർ എക്സാം ടൈം എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് പേപ്പറെല്ലാം എടുത്ത് വെച്ച് നിങ്ങൾ അതുപോലെ എക്സാമിലോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത സെയിം കാര്യങ്ങൾ, അതായത് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ടായിരിക്കും. നിങ്ങളത് നോക്കി എക്സാംസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ എഴുതിയ ആൻസേഴ്സുകൾ നിങ്ങൾക്ക് ഒറിജിനൽ ആൻസേഴ്സുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിതിൻ്റെ ഒറിജിനൽ ആൻസർക്ക് നമ്മുടെ ലേൺവൈസ് ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്കിത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുള്ള ഏരിയാസുകൾ ഏതൊക്കെയാണ് എന്നുള്ള ഒരു സ്വയം ഒരു സെൽഫ് അനാലിസിസിനും നിങ്ങൾക്കത് സഹായിക്കുന്നതായിരിക്കും. നിങ്ങൾ ഓൾറെഡി നമ്മുടെ എക്സാമിന് വേണ്ടി റെഡി ആയിരിക്കുന്ന സ്റ്റുഡൻസുകളായിരിക്കും. നിങ്ങൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞ് വന്നിരിക്കുന്നവരായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു റിവിഷനാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ മുന്നിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒത്തിരി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഏരിയാസിലും ഏറ്റവും ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, നമ്മൾ essay ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസുകൾ, അതുപോലെ നമ്മൾ ഓരോ ഷോർട്ടേജ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതിനൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഓരോ ഏരിയാസിനെ പറ്റി നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവും. കൂടാതെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ, അത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റോടുകൂടി നിങ്ങൾ അത് എക്സാം പോലെ അറ്റൻഡ് ചെയ്യുക. അത് അതിൻ്റെ ഒറിജിനൽ ആൻസർക്കുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് എത്രമാത്രം നിങ്ങൾക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ഏത് ഏരിയസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ റിവിഷൻ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഒരു ടൈം എത്രയും പെട്ടെന്ന് നമുക്ക് ടൈം സേവിങ് അവിടെ കിട്ടും. കാരണം നമ്മളൊരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സുകൾ അല്ലെങ്കിൽ വളരെ ലോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ടൈമിനെ അങ്ങനെ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് മാക്രോ എക്കണോമിക്സിൽ നോക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട്, അതായത് ബ്ലോക്ക് വൈസ് ആയിട്ട് യൂണിറ്റ് വൈസ് ആയിട്ടൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ നമുക്ക് ശ്രദ്ധ കൊടുക്കേണ്ട കുറച്ച് ഏരിയാസാണ് നമ്മൾ സർക്കുലർ ഫ്ലോ, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ISLM അനാലിസിസ്, മോണിറ്ററി പോളിസി, ഇൻഫ്ലേഷൻസ്, കെയ്നേഷ്യൻ മോഡൽസ്, ഇത്തരം ടോപ്പിക്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പാറ്റേണിനെയും ആ ഒരു ടൈപ്പിക്കിനെയും അതുപോലെ മാർക്കിന്റെ അലോക്കേഷനും വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഓരോ ഏരിയാസും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൈമിനെ സേവ് ചെയ്യുന്ന പോലെ മാത്രമല്ല,
നമുക്ക് നല്ലൊരു ബെറ്റർ ഗ്രേഡിലോട്ട് നല്ലൊരു മാർക്കിലോട്ട് നിങ്ങൾക്ക് എത്താനും ഇത് സഹായകമാകുന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഓരോ ബ്ലോക്ക് വൈസിലും ഏതൊക്കെ ടോപ്പിക്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റുകളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതലായിട്ട് എക്സാമിന് ഫ്രീക്വൻ്റ്ലി ചോദിച്ചിട്ടുള്ള ഏരിയാസുകൾ ഏതാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇഷ്യൂസ് ഇൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. അതിൽ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് ഫസ്റ്റിൽ വരുന്നൊരു ടോപ്പിക്കാണ് വൈ സ്റ്റഡി മൈക്രോ എക്കണോമിക്സ്, സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ്, എക്കോണമിക് മോഡൽസ്, ഇൻഫ്ലേഷൻസ്, അൺഎംപ്ലോയ്മെന്റ്. ഇത് ഫ്രീക്വൻ്റ്ലി 4 തവണ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻറ്റോട് കൂടി തന്നെ ആ ഒരു ഏരിയ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ യൂണിറ്റിലൊന്നും സർക്കുലർ ഫ്ലോ, മണി ആൻഡ് റിയൽ ഫ്ലോസ്, ഓപ്പൺ എക്കോണമി. അത് 5 തവണയോളം പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഹൈ ഇമ്പോർട്ടൻസ് ആണ് അതിന് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ യൂണിറ്റ് 3ൽ നോക്കുകയാണെങ്കിൽ നാഷണൽ ഇൻകം മെഷർമെന്റ്, എക്സ്പെൻഡിച്ചർ, ഇൻകം, വാല്യൂ ആഡഡ് മെത്തേഡ്സ്, ലിമിറ്റേഷൻസ് ഓഫ് GDP. 7 തവണയോളം റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ്. അതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ നല്ലപോലെ അത് പഠിക്കണം എന്നുള്ളതാണ്. ബ്ലോക്ക് 2ൽ നോക്കുകയാണെങ്കിൽ മണി ഇൻ മോഡേൺ എക്കോണമി എന്നുള്ള ബ്ലോക്കിൽ നോക്കുമ്പോൾ യൂണിറ്റ് 4ൽ നിന്നും ഫങ്ഷൻസ് ആൻഡ് മെഷേഴ്സ് ഓഫ് മണി, ക്രെഡിറ്റ് ക്രിയേഷൻ ഒരു 6 ടൈംസോളം വന്നിട്ടുണ്ട്. ഒരു ഹൈ ഇമ്പോർട്ടൻസിന് നമ്മൾ കൊടുക്കണം. യൂണിറ്റ് 5ൽ നിന്നും ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി, ഫിഷറിനെയും കാംബ്രിഡ്ജ് അപ്രോച്ചസ് അവരുടെ ക്വാണ്ടിറ്റി തിയറിയോ, അതുപോലെ കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണി 5 ടൈംസ് റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ളതാണ്. ഒരു മീഡിയം ഇമ്പോർട്ടൻസ് നമ്മൾ അതിനും കൊടുക്കേണ്ടതായിട്ടുണ്ട്. യൂണിറ്റ് 6ൽ നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. 8 തവണയോളം റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. വളരെയധികം ഹൈ ഇമ്പോർട്ടൻസിന്റെ കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ. മൂന്നാമത്തെ ബ്ലോക്കിൽ ഇൻഫ്ലേഷൻ. അതിൽ നോക്കുമ്പോൾ യൂണിറ്റ് 7 ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ, മെഷർമെന്റ് ഓഫ് പ്രൈസ് ലെവൽസും 5 ടൈംസോളം അതും റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ളതാണ്. ഒരു മീഡിയം ഇമ്പോർട്ടൻസ് നമ്മൾ അതിനും കൊടുക്കേണ്ടതായിട്ടുണ്ട്. 8ാമത്തെ യൂണിറ്റിൽ നോക്കുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഡിമാൻഡ് സൈഡ്, സപ്ലൈ സൈഡ് ആൻഡ് എഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷൻ 6 ടൈംസോളം അതും വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനും നമ്മൾ ഒരു ഹൈ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബ്ലോക്ക് 4ൽ നോക്കുകയാണെങ്കിൽ ക്ലോസ്ഡ് എക്കോണമി ഇൻ ഷോർട്ട് റൺ. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 9ൽ ക്ലാസിക്കൽ വിഎസ് കെയ്നീഷ്യൻ സിസ്റ്റംസ്, ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ഡിറ്റർമിനേഷൻസ് 7 തവണയോളം അത് ചോദിച്ചിട്ടുണ്ട്. വളരെ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ തന്നെയാണ്. അതുപോലെ യൂണിറ്റ് 10ൽ നോക്കുകയാണെങ്കിൽ കെയ്നീഷ്യൻ മോഡൽ ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ മൾട്ടിപ്ലയർ 6 ടൈംസോളം അതും വന്നിട്ടുണ്ട്. അതിന് നമ്മളൊരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ യൂണിറ്റ് 11ൽ നോക്കുമ്പോൾ ഫിസിക്കൽ പോളിസി, കെയ്നീഷ്യൻ മോഡൽസ്, ഗവൺമെന്റ് സ്പെൻഡിങ്, ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് 5 ടൈംസോളം റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ളതാണ്. അതിന് നമ്മളൊരു മീഡിയം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബ്ലോക്ക് 5ൽ നോക്കുകയാണെങ്കിൽ ISLM അനാലിസിസ് ആ ഒരു ബ്ലോക്കിൽ നോക്കുമ്പോൾ യൂണിറ്റ് 12ൽ IS കർവ്, അതിന്റെ ഡെറിവേഷൻ, അതിന്റെ സ്ലോപ്പ്, പൊസിഷൻസ് കാര്യങ്ങൾ 6 ടൈംസ് റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട്. ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ ആണ്. അതുപോലെ യൂണിറ്റ് 13ലും യൂണിറ്റ് 14ലും നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 13ൽ LM കർവ്, അതിന്റെ ഡെറിവേഷൻസ്, സ്ലോപ്പ്, പോസിറ്റീവ് പൊസിഷൻസ്, മണി മാർക്കറ്റ് ഇക്വിലിബ്രിയം ആ ഒരു കാര്യങ്ങളും 7 ടൈംസ് അത് റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. അതുപോലെ യൂണിറ്റ് 40ൽ നോക്കുകയാണെങ്കിൽ സൈമിൾട്ടേനിയസ് ഇക്വിലിബ്രിയം, ISLM മോഡലിൽ വരുന്ന സൈമിൾട്ടേനിയസ് ഇക്വിലിബ്രിയം അത് 4 ടൈംസോളം റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഇമ്പോർട്ടൻസ് അതിനും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ മീഡിയം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയാസ് ഏതാണ്, അതേ ബ്ലോക്കിൽ നിന്നും ഏതാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നാഷണൽ ഇൻകം മെഷർമെന്റ്, ആ ഒരു സർക്കുലർ ഫ്ലോ അത് ഏറ്റവും കൂടുതൽ ഹൈ ഇമ്പോർട്ടൻസ് ആണ്. നല്ലപോലെ അത് ഫോക്കസ് ചെയ്യണം. ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് സ്റ്റോക്കും ഫ്ലോസും ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ബ്ലോക്ക് 2ൽ നോക്കുമ്പോൾ മോണിറ്ററി പോളിസിയും ഫങ്ഷൻസ് ഓഫ് മണി അതിന് വളരെയധികം ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണി എന്നതിന് കുറച്ചൊരു മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബ്ലോക്ക് 3ന്ന് കോസ് ആൻഡ് എഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷനും വളരെയധികം ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അതുപോലെ ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയസ് ആണ് മെഷർമെന്റ് ഓഫ് പ്രൈസ് ലെവൽ എന്ന് പറയുന്നത്. ബ്ലോക്ക് 4ൽ നിന്ന് നോക്കുകയാണെങ്കിൽ ക്ലാസിക്കൽ വിഎസ് കെയ്നീഷ്യൻ സിസ്റ്റംസ് അതിന് ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫിസിക്കൽ പോളിസി കുറച്ചൊരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ബ്ലോക്ക് 5ൽ നോക്കുകയാണെങ്കിൽ ISLM കർവ്സ് നല്ലപോലെ തറവായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. അതുപോലെ സൈമിൾട്ടേനിയസ് ഇക്വേഷന് ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതിയാകും. ഇനി ഓരോ ബ്ലോക്ക് വൈസിന് നമ്മൾ ഒരു പൈ ചാർട്ട് രൂപത്തിൽ കൊടുത്തേക്കുന്നതാണ്.
അതായത് ഓരോന്നും എത്രമാത്രം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം ഓരോ ബ്ലോക്കിൽ നിന്നും. അപ്പോൾ എത്രമാത്രം നമുക്ക് അതിൽ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ടും നിങ്ങൾ അതുപോലെ തന്നെ പഠിച്ചു പോവുക. അതിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്സ് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു തന്നെ പോകണം. അപ്പൊ ഇവിടെ കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ ഓരോ ബ്ലോക്ക് വൈസ് നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഓരോ ബ്ലോക്ക് വൈസ് നിന്നും അതിന്റെ ഒരു പൈ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 2-വിൽ നിന്നാണ്. പിന്നെ വന്നിട്ടുള്ളത് ബ്ലോക്ക് 5-വിൽ നിന്നാണ്, ബ്ലോക്ക് 4-ൽ നിന്നും ബ്ലോക്ക് 5-ൽ നിന്നും അതിൽ നിന്നുമാണ് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 3-ൽ നിന്നും വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഏകദേശം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബ്ലോക്ക് 1, 2, 4, 5 ഒക്കെ അത്യാവശ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് ആണ്. ബ്ലോക്ക് 3-ൽ നിന്നാണ് വീണ്ടും ഉള്ളതിനെ അപേക്ഷിച്ച് കുറച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് നമ്മൾ പറഞ്ഞ ISLM അനാലിസിസ്, മോണിറ്ററി പോളിസി, നാഷണൽ ഇൻകം മെഷർമെന്റ്, അതുപോലെ ഒരു മനസ്സിലാക്കി വെച്ച ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. നമ്മൾ കവർ ചെയ്ത് പോകേണ്ട ടോപ്പിക്സുകളാണ് മൾട്ടിപ്ലിയർ എഫക്ട്സ്, ഇൻഫ്ലേഷൻ ടൈപ്പ്, കെയ്നീഷ്യൻ മോഡൽസ്, അതൊക്കെ. അപ്പോൾ ഈ ഒരു ഏരിയാസിന് അപ്പോൾ നമ്മൾ ഈ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞ ഏരിയാസിന് മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞ ഇതിനെയും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈം പീരീഡ് അതിലൊരു ടൈം വെച്ചുകൊണ്ട് നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആ ഒരു ഏരിയാസ് കവർ ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കവർ ചെയ്താൽ മതിയാകും. അടുത്തായിട്ട് ഓരോ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ വൈസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം 2 സെക്ഷൻസ് നമുക്ക് ഉണ്ടായിരിക്കും. എ എന്ന് പറയുന്ന സെക്ഷനും ബി എന്ന് പറയുന്ന സെക്ഷൻസും ഉണ്ടായിരിക്കും. എ സെക്ഷൻസിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഒരു 500 വേർഡ്സ് ആണ് നമ്മൾ ഒരു എസ്സേയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഇപ്പൊ എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പൊ 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഡിറൈവ് ദ IS കർവ്, വാട്ട് ആർ ദ ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്. അപ്പോൾ അതിന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ IS കർവ് എന്താണ്, അതിന്റെ ഗ്രാഫ് എന്താണ്, അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ബ്രീഫ് ആയിട്ട് തന്നെ എഴുതി പോകണം. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ 2022 ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ഹൗ നാഷണൽ ഇൻകം ഈസ് മെഷേർഡ് ബൈ ദ പ്രൊഡക്റ്റ് മെത്തഡ്, വാട്ട് പ്രിക്കോഷൻസ് ഷുഡ് ബി ടേക്കൺ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് എഴുതുമ്പോഴും പ്രൊഡക്റ്റ് മെത്തേഡ് എന്താണ്, ആദ്യം നമ്മുടെ നാഷണൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നാഷണൽ ഇൻകം എന്താണ് എന്നുള്ളത് കൊടുക്കാം. പിന്നീട് പ്രൊഡക്റ്റ് മെത്തേഡ് എന്താണ്, 3 മെത്തേഡ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് കൊടുക്കാം. പ്രൊഡക്റ്റ് മെത്തേഡ് എന്താണെന്ന് കൊടുക്കാം. അതിൽ ഓരോന്നും എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് സെക്ഷൻ ബിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 250 വേർഡ്സ് ആണ് അതിൽ വേണ്ടത്. അപ്പൊ അതിൽ നമുക്ക് ഒരു കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2023 ചോദിച്ചിട്ടുള്ള എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ വലിച്ചു നീട്ടി എസ്സേ എഴുതുന്ന പോലെ എഴുതേണ്ട ആവശ്യമില്ല. ആ ഒരു എസ്സേയുടെ പകുതി കുറച്ച് മതി നമുക്ക്. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് ഗ്രാഫ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഡെറിവേഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. എസ്സേ എഴുതുന്ന പോലെ വലിച്ചു നീട്ടി എഴുതി ടൈം കളയാൻ നിൽക്കരുത്. അത് ആദ്യം ശ്രദ്ധിക്കുക. എസ്സേ ആണോ ഷോർട്ട് എസ്സേ ആണോ, എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻസ് നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം.
അതുപോലെ 2022 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ് ഓഫ് എക്കോണമി ഇൻ ദ ISLM മോഡൽ. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഒരു സെക്ഷൻ സി നമുക്ക് വരുന്ന ഷോർട്ട് നോട്ട്സ്. ഒരു 100 വേർഡ്സ് മതിയാവും, വളരെ കുറച്ച് മതി, ഒരു ഹാഫ് പേജ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു 1 പേജ് എന്നുള്ള രീതിയിൽ ഷോർട്ട് നോട്ട്സ് മതി. അത് നമുക്ക് 2023 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ലിക്വിഡിറ്റി ട്രാപ്പ് ആൻഡ് ഹോട്ട് മണി. അപ്പോൾ അതെന്താണ് കാര്യങ്ങൾ, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അത് മാത്രം ലിസ്റ്റ് ചെയ്താൽ മതിയാകും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഇപ്പോൾ ബ്ലോക്ക് വൈസ് നമുക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ബ്ലോക്കിൽ ഈ സർക്കുലർ ഫ്ലോ, നാഷണൽ ഇൻകം മെഷർമെന്റ് മെത്തഡ്, ഇതൊക്കെ ഫ്രീക്വൻലി സെക്ഷൻ എയിൽ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ പഠിക്കുമ്പോൾ, പ്രിപ്പയർ ചെയ്യുമ്പോൾ അതേ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓരോ ടോപ്പിക്സും പഠിച്ചു കഴിയുമ്പോൾ അത് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് എല്ലാ പോയിന്റ്സും വരുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ ബ്ലോക്ക് 5 ISLM അനാലിസിസിൽ നോക്കുമ്പോൾ IS കർവ്, LM കർവ്, സൈമിൾട്ടേനിയസ് ഇക്വിലിബ്രിയം, ഇതൊക്കെ നമ്മൾ എല്ലാ സെക്ഷൻസിലും, അതായത് ബി സെക്ഷൻ ആയിക്കോട്ടെ, എ സെക്ഷൻ ആയിക്കോട്ടെ, സി സെക്ഷൻ ആയിക്കോട്ടെ, അവിടെയൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നല്ലപോലെ അതിൻ്റെ ഗ്രാഫുകളും കാര്യങ്ങളും എല്ലാം നല്ലപോലെ തന്നെ വരച്ച് പഠിച്ച് പോവുക. ബ്ലോക്ക് 2 മണി ഇൻ മോഡേൺ എക്കോണമി, അതിൽ മോണിറ്ററി പോളിസി, ഫങ്ഷൻസ് ഓഫ് മണി, ഇതൊക്കെ ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടും അതുപോലെ എസ്സേസ് ആയിട്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ആ ഒരു ഏരിയാസ് അതിന് വേണ്ടി രണ്ടിനും പ്രിപ്പയർ ചെയ്ത് വെക്കാം. അതായത് നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൽ പോയിന്റ്സുകളായിട്ട് നല്ലപോലെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എസ്സേ എഴുതുമ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ബ്രീഫായിട്ട് എഴുതാനും, അപ്പോൾ ഷോർട്ട് ആൻസേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ്സുകൾ മാത്രമായിട്ട് എഴുതാനും ശ്രമിക്കുക. അടുത്ത ബ്ലോക്ക് 4 നിന്ന് നോക്കുമ്പോൾ കെയ്നീഷ്യൻ സിസ്റ്റംസ്, കെയ്നീഷ്യൻ ഇൻകം ഡിറ്റർമിനേഷൻസ്, മൾട്ടിപ്ലയർ എഫക്ട്സ്, ഈ ഒരു കാര്യങ്ങൾ ഇത് നമുക്ക് സെക്ഷൻസ് ബിയിലും അതുപോലെ, അതായത് ഷോർട്ട് എസ്സേയിലും എസ്സേ ക്വസ്റ്റ്യൻസിലും നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയാസ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് അതിൽ കൊടുക്കുക. ബ്ലോക്ക് 3 ഇൻഫ്ലേഷൻസ് നോക്കുമ്പോൾ നമുക്ക് ഷോർട്ട് നോട്ട് ആയിട്ടും ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടുമാണ് നമുക്ക് ഈ ഒരു ഏരിയ നിന്ന്, അതായത് കോസസ് ആൻഡ് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻസ്, ഇതൊക്കെ ആ ഒരു ഏരിയ, ആ ഒരു ഷോർട്ട് ആൻസേഴ്സ് ഒക്കെ ആയിട്ടാണ് നമുക്ക് അധികം ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു ബ്ലോക്ക് 3 എന്ത് ചെയ്യുക, ആ ഒരു ലാഘത്തോടെ, അതായത് പോയിന്റ്സുകൾ മാത്രം ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് പോകുന്ന രീതിയിൽ പഠിച്ചിട്ട് പോവുക. അടുത്തതായിട്ട് ഓരോ സെക്ഷൻസിലും എങ്ങനെയാണ് നമുക്ക് മാർക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആദ്യം നോക്കാം. ഇപ്പോൾ സെക്ഷൻ എയിൽ നോക്കുമ്പോൾ നമുക്ക് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞു, 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, നമ്മൾ 2 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താൽ മതി, മൊത്തം 40 മാർക്കായിരിക്കും. സെക്ഷൻ ബിയിലും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിലാവുമ്പോൾ നമുക്ക് 6 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും, 4 എഴുതിയാൽ മതി, അതിൽ 12 മാർക്കിനായിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ട്, 12.5 നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. ടോട്ടൽ 50 മാർക്കിലോട്ടാണ് അത് വരുന്നുണ്ടാവുക. പിന്നെ സെക്ഷൻ സിയിൽ നോക്കുമ്പോൾ നമുക്ക് ഷോർട്ട് നോട്ട്സുകളാണ്, അതായത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും നമുക്ക് വരുന്നുണ്ടാവും. അതിൽ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും, നമ്മൾ 2 ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് എഴുതാൻ മതിയാകും. അപ്പോൾ ഓരോ സെക്ഷൻസിലും സെക്ഷൻ എയിൽ 40% ആണ്, സെക്ഷൻ ബിയിൽ 50%, സെക്ഷൻ സിയിൽ 10% ആയിട്ടാണ് നമുക്ക് ഈ സ്കോറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു പൈ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓരോ സെക്ഷൻസും എങ്ങനെയാണ് നമുക്ക് സ്കോർ അലോട്ട് ചെയ്തേക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പൈ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എത്രമാത്രം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആ ഒരു ഏരിയാസ്, ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് 1 നാഷണൽ ഇൻകം നോക്കുകയാണെങ്കിൽ നമുക്ക് 30%ഓളം ഒരു മാർക്കിനുള്ളത് അതിൽ നിന്നും വരാൻ സാധ്യതയുണ്ട്. മെഷർമെന്റ് മെത്തേഡ്സ്, സർക്കുലർ ഫ്ലോ, അത്തരം ടോപ്പിക്സ് ആണ് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ബ്ലോക്ക് 2 25%ഓളാണ് നമുക്ക് സാധ്യതയുള്ളത്. മോണിറ്ററി പോളിസി, ഫങ്ഷൻസ് ഓഫ് മണിയാണ് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ്. ബ്ലോക്ക് 3 നോക്കുവാണെങ്കിൽ 50% ആണ്. ബ്ലോക്ക് 4 ഒരു 50% മാർക്കിന്റെ അടുത്താണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ആ 2 ബ്ലോക്കിലും നമ്മൾ നോക്കുമ്പോൾ കോസസ് ഓഫ് എഫക്ട്സ്, ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻസ്, മൾട്ടിപ്ലയർ, ഫിസിക്കൽ പോളിസി, ഈ ഒരു ഏരിയാസ് ആണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യാനുള്ളത്. അതുപോലെ ബ്ലോക്ക് 5 ISLM അനാലിസിസിൽ 35%ഓളം ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയാസിൽ നിന്ന് നമുക്ക് വന്നിട്ടുണ്ട്. അത്രയും മാർക്കിനുള്ളത് അവിടെ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ IS കർവ്, LM കർവ്, സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ്, അതും നമ്മൾ എന്ത് ചെയ്യണം, നല്ലപോലെ ഒന്ന് ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ബ്ലോക്ക് 1 to 5 നല്ലപോലെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ആണ്. അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാ പോയിന്റ്സും വരുന്നത് ഓൾറെഡി ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ഓർത്തെടുക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരിക്കും, പക്ഷെ എഴുതുന്ന സമയത്ത് അതുപോലെ അങ്ങ് വരണമെന്നില്ല. അപ്പൊ നിങ്ങൾ എഴുതി പഠിക്കാൻ വേണ്ടി എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് എഴുതി നോക്കുക, എല്ലാ പോയിന്റ്സും വന്നിട്ടുണ്ടോ, ഏതാണ് വിട്ടുപോയത് എന്നുള്ളത് നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക.
അതുപോലെ ഷോർട്ട് ആൻസേഴ്സിനും അതും നിങ്ങളൊന്ന് എഴുതി നോക്കണം. കാരണം എസ്സേ എഴുതുന്ന പോലെ അത്രയും ടൈം കൊടുത്ത് നമുക്കതിനെ എഴുതി എടുക്കേണ്ട ഒരാവശ്യം അവിടെ വരുന്നില്ല. ഷോർട്ട് ആൻസേഴ്സ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പോയിന്റ്സുകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അധികം വലിയൊരു എക്സ്പ്ലനേഷൻസോ കാര്യങ്ങളോ എസ്സേ പോലെ കൊടുക്കാതെ എഴുതാനായിട്ട് അത് ശ്രമിക്കണം. അതുപോലെ ഷോർട്ട് നോട്ട്സുകൾ, അത് നമുക്ക് പോയിന്റ്സുകളായിട്ടാണ് കൂടുതലായിട്ടും വേണ്ടത്. അധികം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട ഒരു ടോപ്പിക്സ് കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അവിടെ വരുന്നുണ്ടാവുക. ഇനി ഓരോ ബ്ലോക്കൽ വൈസ് നിന്നും എത്രമാത്രം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ബ്ലോക്ക് 1 നമുക്ക് നോക്കുമ്പോൾ യൂണിറ്റ് 2 നിന്നും നമുക്ക് റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ളതാണ്. 4 ടൈംസ് റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുണ്ട്. എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ഹൗ നാഷണൽ ഇൻകം ഈസ് മെഷേർഡ് ബൈ ദ പ്രൊഡക്റ്റ് മെത്തേഡ്, വാട്ട് ഈസ് പ്രിക്കോഷൻസ് ആർ റിക്വയർഡ്. ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 4 ടൈംസിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയ നല്ലപോലെ ഫോക്കസ് ചെയ്യണം. അതുപോലെ യൂണിറ്റ് 3 നോക്കുമ്പോൾ ഡിസ്കസ് ദ ലിമിറ്റേഷൻസ് ഓഫ് GDP ആസ് എ മെഷർ ഓഫ് എക്കോണമിക് പ്രോഗ്രസ്. 3 ടൈംസ് അതും റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ യൂണിറ്റ് 2 ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ സർക്കുലർ ഫ്ലോ ഇൻകം ഇൻ എ ക്ലോസ്ഡ് എക്കോണമി. 3 ടൈംസ് അതും റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 2 നോക്കുമ്പോൾ യൂണിറ്റ് 4 നിന്നും 5 നിന്നും 6 നിന്നുമാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മണി, ഹൗ ഇസ് മണി സപ്ലൈ മെഷേർഡ്. 5 ടൈംസ് റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുണ്ട്. എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഹോട്ട് മണി ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ് ഇൻ ദ എക്കോണമി. 3 ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ഫിഷർ ആൻഡ് കാംബ്രിഡ്ജ് അപ്രോച്ച് ടു ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. 4 ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. 12.5, അതായത് 12 മാർക്കിന്റെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ യൂണിറ്റ് 6 നിന്ന് നോക്കുമ്പോൾ ഡിസ്കസ് ദ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി. 4 ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. 20 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് അതും വന്നിട്ടുള്ളത്. ബ്ലോക്ക് 3 നോക്കുവാണെങ്കിൽ യൂണിറ്റ് 7 നിന്നും ഡിഫൈൻ ദ ഇൻഫ്ലേഷൻ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഡിഫറെന്റ് ടൈപ്സ്. 5 ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുള്ളതാണ്. നമുക്ക് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 8 നിന്ന് നോക്കുമ്പോൾ ഡിസ്കസ് ദ എഫക്ട് ഓഫ് ഇൻഫ്ലേഷൻ ഓൺ ഡിബറ്റ്സ്, ക്രെഡിറ്റ്സ് ആൻഡ് ഫിക്സ്ഡ് ഇൻകം ഗ്രൂപ്പ്സ്. 4 ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. ഒരു 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമുക്കത് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 4 നിന്ന് നോക്കുമ്പോൾ യൂണിറ്റ് 9 കമ്പയർ ദ ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ അപ്രോച്ച് ടു മാക്രോ എക്കണോമിക്സ്. 4 ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുള്ളതാണ്. 20 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 10 നിന്നും 11 നിന്നും 12 മാർക്കിന്റെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് 3 ടൈംസ് റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ്. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് മൾട്ടിപ്ലെയർ, ഡിസ്കസ് ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്. ഡിസ്ക്രൈബ് ഹൗ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആക്ട്സ് ആസ് എ മൾട്ടിപ്ലെയർ ഇൻ ദ കെയ്നീഷ്യൻ ഫ്രെയിംവർക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻസും 3 ടൈംസ് റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ളതാണ്. 12 മാർക്കിന്റെ ഷോർട്ട് എസ്സേ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 5 ISLM അനാലിസിസിൽ നോക്കുമ്പോൾ യൂണിറ്റ് 12 നിന്നും ഡിറൈവ് ദ IS കർവ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്. 5 ടൈംസ് റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുണ്ട്. എസ്സേ ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നല്ലപോലെ ഫോക്കസ് ചെയ്യണം. യൂണിറ്റ് 13 നോക്കുമ്പോൾ എക്സ്പ്ലെയിൻ LM കർവ്, ഡിസ്കസ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇറ്റ്സ് സ്ലോപ്പ് ആൻഡ് പൊസിഷൻ. 5 ടൈംസ് റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുണ്ട്. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്.
Explain how simultaneous equilibrium in goods and money market is achieved using the AISLM model. 3 times repeatedly ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ISLM അനാലിസിസ് യൂണിറ്റ് 12ലെയും യൂണിറ്റ് 3ലെയും 13ലെയും അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ, അതായത് എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കണം. അതുപോലെ മോണിറ്ററി പോളിസി യൂണിറ്റ് 6ൽ നിന്നും, അതുപോലെ യൂണിറ്റ് 3ൽ നിന്നും നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങും അതും എന്താണ് വളരെ എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് ആ ഒരു എസ് എ ക്വസ്റ്റ്യൻസിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒന്നാണ് ഡിറൈവ് IS കർവ് യൂണിറ്റ് 12ൽ നിന്നിട്ടുള്ളത്. അതുപോലെ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മണി യൂണിറ്റ് 4ൽ നിന്ന്, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ യൂണിറ്റ് 7ൽ നിന്ന്. ഈ ഒരു ക്വസ്റ്റ്യൻസ് വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിന്റെ ആൻസേഴ്സും എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അതുപോലെ യൂണിറ്റ് 9ൽ നിന്നും ഡെവലപ്സ് ഒരു എന്താ പറയാ ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അതെന്താണെന്നുള്ളതും നിങ്ങൾ വളരെ ക്ലാരിറ്റി ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ അതും ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ ഈ ഒരു ഓരോ തിയറീസ്, അതായത് മൾട്ടിപ്ലോ ISLM മോഡൽസ്, റിയൽ വേർഡ് സിനാരിയോ, ഇതൊക്കെ എന്ത് ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതായത് ISLM ഫ്രെയിംവർക്ക് റിയൽ വേർഡുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇരിക്കാം. അതായത് നമ്മൾ റിയൽ സിനാരിയോ ആയിട്ട് എങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഓരോ ബ്ലോക്കിൽ നിന്നും നമ്മൾ എസ് എ ക്വസ്റ്റ്യൻസ് ആയാലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ബ്ലോക്ക് 1, 2, 4, 5ൽ 20 മാർക്സിന്റെ എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ള ഇത്രയും ടൈം, അതായത് ഇവിടെ ഫസ്റ്റ് ബ്ലോക്കിൽ നാഷണൽ ഇൻകം മെത്തഡ് സർക്കുലർ ഫ്ലോ 7 ടൈം റിപ്പീറ്റഡ് ആണ്. ഫങ്ഷൻസ് ഓഫ് മണി മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് 12 ടൈം റിപ്പീറ്റഡ് ആണ്. അതുപോലെ ബ്ലോക്ക് 4ൽ ക്ലാസിക്കൽ VS കെയ്നീഷ്യൻ മൾട്ടിപ്ലയർ കൺസെപ്റ്റ് 7 ടൈം റിപ്പീറ്റഡ് ആണ്. അതുപോലെ ബ്ലോക്ക് 5ൽ IS കർവ്, LM കർവ്, ISLM ഇക്വിലിബ്രിയം 13 ടൈംസ് റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയസ് നിർബന്ധമായിട്ടും നിങ്ങൾ നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അതുപോലെ 9 തവണ റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ബ്ലോക്ക് 3ൽ നിന്നും ടൈപ്സ് ആൻഡ് എഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷൻ, അത് ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻ ആണ്. അതും എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് തന്നെ പഠിക്കണം. ഇനി നമുക്ക് ജസ്റ്റ് ഒരു പ്രിഡിക്ഷൻ പറയണം, അതായത് ഏതൊക്കെ ബ്ലോക്കിൽ നിന്നും ഏതൊക്കെ യൂണിറ്റിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്സ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്, ഹൈ ചാൻസസ് വരാൻ സാധ്യതയുള്ള ഏതൊക്കെയാണ് നമ്മുടെ എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ടാണോ, ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ടാണോ, ഷോർട്ട് നോട്ട് ആയിട്ടാണോ, എങ്ങനെയാണ് വരാൻ സാധ്യതയായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ബ്ലോക്ക് 1ൽ നോക്കുമ്പോൾ ഇഷ്യൂസ് ഇൻ മാക്രോ എക്കണോമിക്സ് ആൻഡ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നോക്കുമ്പോൾ യൂണിറ്റ് 2ൽ നിന്ന് നമ്മൾ ഇത്രയും പറഞ്ഞത് തന്നെ സർക്കുലർ ഫ്ലോയും ആൻഡ് നാഷണൽ ഇൻകവും, അതിൽ നാഷണൽ ഇൻകം മെത്തഡ്സ് മേ ബി വരാൻ ഹൈ ചാൻസസ് ഉണ്ട്. അത് എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ടോ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിൽ പറയുന്ന എക്സ്പെൻഡിച്ചർ, ഇൻകം, വാല്യൂ ആഡഡ് മെത്തഡ്സ്, ഇതെല്ലാം എന്താ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയാസ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ യൂണിറ്റ് 3ൽ മെഷറിംഗ് എക്കോണമിക് പെർഫോമൻസ്, ലിമിറ്റേഷൻസ് ഓഫ് GDP, ഇതൊരു മീഡിയം പ്രോബബിലിറ്റി ആണുള്ളത്. വരാൻ ഒരു കുറച്ചൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ്. ബ്ലോക്ക് 2ൽ നോക്കുമ്പോൾ മണി ഇൻ മോഡേൺ എക്കോണമി യൂണിറ്റ് 4ൽ ഫങ്ഷൻസ് ഓഫ് മണി, മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ, ആ ഒരു ഏരിയ എന്ന് പറയുന്നത് മേ ബി വളരെയധികം ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കുക, കാരണം അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടായിരിക്കും മേ ബി വരുന്നുണ്ടായിരിക്കുക. അതുപോലെ യൂണിറ്റ് 6ൽ മോണിറ്ററി പോളിസി, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് വളരെ ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം, കാരണം അത് വരാനുള്ള സാധ്യത ഒരു ഷോർട്ട് ആൻസേഴ്സ് ഒക്കെ ആയിട്ട് തന്നെയായിരിക്കും മേ ബി വരുന്നുണ്ടായിരിക്കും, പക്ഷെ നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ്. ബ്ലോക്ക് 3ൽ ഇൻഫ്ലേഷൻസ്, ടൈപ്സ് ആൻഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ബ്ലോക്കിൽ യൂണിറ്റ് 7 ടൈപ്സ് ആൻഡ് മെഷർമെന്റ് ഓഫ് ഇൻഫ്ലേഷൻസ്, ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻസ് ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കാം. നമ്മൾ ഷോർട്ട് നോട്ട്സ് ആയിട്ട് സെക്ഷൻ ബിയിലോ സിയിലോ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. യൂണിറ്റ് 8ൽ നോക്കുമ്പോൾ കോസ് ആൻഡ് എഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷൻസ്, എഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷൻ ഓൺ വേരിയസ് ഗ്രൂപ്പ്സ്, വളരെയധികം ഹൈ ഇമ്പോർട്ടൻസ് കൂടെ മേ ബി വരാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ ബ്ലോക്ക് 4ൽ നിന്ന് ദ ക്ലോസ്ഡ് എക്കോണമി ഇൻ ഷോർട്ട് റൺ, അതിൽ യൂണിറ്റ് 10 കെയ്നീഷ്യ മോഡലിനും അതിൽ നോക്കുവാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ വളരെ ഹൈ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ്. സെക്ഷൻ ബിയിൽ, അതായത്
നമ്മുടെ ഷോർട്ട് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. യൂണിറ്റ് 11 നിന്നും ഫിസിക്കൽ പോളിസി, ഗവൺമെന്റ് സ്പെൻഡിങ് ആൻഡ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഷൻസ്, അതിൽ ഒരു മീഡിയം ചാൻസസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ്. യൂണിറ്റ് 5 നിന്ന് നോക്കുമ്പോൾ ISLM അനാലിസിസ്, യൂണിറ്റ് 12 IS കർവും യൂണിറ്റ് 30 LM കർവും രണ്ടും ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ്. എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ISLMത്തിന്റെ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഡെറിവേഷൻസ്, അതിന്റെ ഇംപ്ലിക്കേഷൻസ്, സ്ലോപ്പ്, പൊസിഷൻസ്, ഇക്വിലിബ്രിയം, ആ ഒരു ഏരിയാസ് ആയിരിക്കും അതിൽ നിന്നും ചോദിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് ഇതിൽ മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റും ISLം നാഷണൽ ഇൻകം മെത്തഡ്സും ഒക്കെ എന്താണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയാസ് ആണ്. അപ്പൊ അതെന്തായാലും നമ്മൾ നിർബന്ധമായിട്ട് നോക്കി പോകണം. അതുപോലെ ഇൻഫ്ലേഷണറി ഇമ്പാക്ട്സ്, ഫിസിക്കൽ പോളിസി, ഈ ആ ഒരു മാക്രോ എക്കണോമിക്സിന്റെ അതിൽ വരുന്ന ചേഞ്ചസ് കാര്യങ്ങൾ, അതും എന്താണ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ ഏതാണെന്നുള്ളതും, ഏറ്റവും കൂടുതൽ essay ആയിട്ട് വരാൻ സാധ്യതയുള്ളത് ഏതാണെന്നുള്ളതും. അപ്പോൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് അത്തരം ഒരു ഏരിയാസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പൊ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നോക്കുമ്പോൾ അതിൽ എക്സ്പെൻഡിച്ചർ, ഇൻകം ആൻഡ് വാല്യൂ ആഡഡ് മെത്തേഡ്സ്, അവിടെ ആ ഒരു ഇതിനെന്ത് ചെയ്യുക, ഒരു ആപ്ലിക്കേഷൻസ് ബേസ്ഡ് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യുക. ISLM അനാലിസിസിൽ IS കർവ് എന്താണ്, LM കർവ് എന്താണ്, അതിന്റെ സ്ലോപ്പ്, ഇക്വിലിബ്രിയം കണ്ടീഷൻസ് കാര്യങ്ങൾ നല്ലപോലെ ഫോക്കസ് ചെയ്യുക. മോണിറ്ററി പോളിസിയിൽ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്താണ്, റിയൽ വേൾഡിലെ ഇംപ്ലിക്കേഷൻസുമായിട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിൽ അതിന്റെ കൺസെപ്റ്റ്സ്, ഡെറിവേഷൻസ്, ലിമിറ്റേഷൻസ്, ഫ്രീക്വൻലി ചോദിച്ചുള്ള ആ ഒരു ഷോർട്ട് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ്, അതിന്റെ അത്തരം ഒരു രീതിയിൽ എന്ത് ചെയ്യുക, അതിനെ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ആണ് ഇൻഫ്ലേഷനിലും ഫിസിക്കൽ പോളിസിയിലും വരുന്നത്. ഇൻഫ്ലേഷന്റെ കോസസ്, ടൈപ്സ്, എഫക്ട്സ്, സോഷ്യൽ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. ഫിസിക്കൽ പോളിസിയിൽ നോക്കുവാണെങ്കിൽ ഗവൺമെന്റ് സ്പെൻഡിങ്സ് എങ്ങനെയാണ്, കെയ്നീഷ്യൻ കോണ്ടക്സ്റ്റിൽ എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒരു മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഏരിയാസ് തന്നെയാണ്. പിന്നെ ലോ പ്രയോറിറ്റി എന്നാൽ നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അങ്ങനെ കൊടുക്കേണ്ടതാണ് GDP ലിമിറ്റേഷൻസ്, അതിന്റെ കീ പോയിന്റ്സ്, അതിന്റെ ആ ഒരു ഡെഡിക്കേറ്റ്സ്, ആ ഒരു എന്താ പറയാ, അതിന്റെ അപ്പിയറൻസ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കാം. അതുപോലെ വേറെ ഹോട്ട് മണി പോലത്തെ ഉള്ള ചെറിയ ടോപ്പിക്സുകളും നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി വെക്കാം. നിങ്ങൾ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ടൈമിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്തിൽ 50% ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, ബ്ലോക്ക് 1 to 5 കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ അതിൽ വരുന്ന ഡ്രോയിങ്സ്, അതിൽ വരുന്ന പോയിന്റ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, വരച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ഓരോ ടോപ്പിക്സും റിയൽ വേർഡുമായിട്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിലുമായിട്ട് താരതമ്യം കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് അത് കണക്ട് ആവുന്നത് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക.
അതുപോലെ എല്ലാം ഒരു പോയിന്റ് ആക്കിയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എപ്പോഴും ആപ്ലിക്കബിൾ ആയിരിക്കും. ഇപ്പോൾ എസ് ആണെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഷോർട്ട് ആൻസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ പോയിന്റ്സ് തന്നെ എഴുതി വെക്കാൻ പറ്റും. ഷോർട്ട് നോട്ടുകളാണെങ്കിൽ നിങ്ങൾക്ക് അതേ പോയിന്റ്സുകൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈ പ്രോബബിലിറ്റി അതുപോലെ വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ്, മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്സ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ലോ പ്രോബബിലിറ്റി ടോപ്പിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോക്സ്, ഫ്ലോസ്, ഹോട്ട് മണി, ഡിഫ്ലേഷൻസ്, ഗവൺമെന്റ് ബഡ്ജറ്റ്, നിയോ ക്ലാസിക്കൽ സിന്തസിസ്, ഈ ഒരു ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കുക. എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ നേരത്തെ ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ടും ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ആ ഒരു പ്രോബബിലിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു പൈ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫസ്റ്റ് ബ്ലോക്ക്, സെക്കൻഡ് ബ്ലോക്ക് 5 എന്നുള്ളതാണ്. ബ്ലോക്ക് 3ക്കും 4നും എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മീഡിയം ഇമ്പോർട്ടൻസ് അതുപോലെ ലോ ഇമ്പോർട്ടൻസ് നമ്മൾ ഓരോ ടോപ്പിക്സ് വൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചു പോവുക. അടുത്തായിട്ട് നിങ്ങൾക്ക് ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു എക്സാംസിന് ഇരിക്കുന്നത് പോലെ 3 hours ടൈം സെറ്റ് ചെയ്ത് പേപ്പറും പെന്നും ഒക്കെ എടുത്ത് നല്ലപോലെ എക്സാംസിന് ഇരിക്കുന്ന പോലെ തന്നെ ഇരുന്ന് നിങ്ങൾ ഈ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർക്ക് നിങ്ങൾക്ക് ലേൺവൈസ് ആപ്പിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് സ്വയം ഇവാലുവേറ്റ് ചെയ്യുക. എത്രമാത്രം മാർക്ക് നിങ്ങൾക്ക് തന്നെ സ്വയം ഇടാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊന്ന് നോക്കുക. കാരണം എല്ലാ പോയിന്റ്സും വന്നിട്ടുണ്ടോ, ഏതൊക്കെ പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടോ, ഏതാണ് ഞാൻ ആഡ് ചെയ്യേണ്ടത്, ഗ്രാഫുകൾ ഓർത്തെടുത്ത് വരയ്ക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടോ, എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്വയം ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാം 3 hours ആണ് എക്സാം ടൈം ആയിട്ടുള്ളത്. നമുക്ക് 100 മാർക്കിലോട്ട് ആണ് വരുന്നത്. നമുക്ക് 3 സെക്ഷൻസ് ഉണ്ട് ക്വസ്റ്റ്യൻസിൽ. സെക്ഷൻ എ, ബി ആൻഡ് സി. എയിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ആൻസർ എഴുതിയാൽ മതി. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സെക്ഷൻ ബിയിൽ നോക്കുമ്പോൾ 4 ക്വസ്റ്റ്യൻസിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതിയാൽ മതി. 6 ക്വസ്റ്റ്യൻസോളം തന്നിട്ടുണ്ടായിരിക്കും. 12.5 മാർക്സ് ആണ് ഓരോന്നിനും വരുന്നത്. സെക്ഷൻ സിയിൽ നോക്കുമ്പോൾ നമുക്ക് ഷോർട്ട് നോട്ട്സ് ആണ് വേണ്ടത്. 2 ടോപ്പിക്കിന്റെ ഷോർട്ട് നോട്ട്സ് മാത്രം അതിൽ എഴുതിയാൽ മതി. ഓരോന്നിനും 5 മാർക്ക് വീതമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സെക്ഷൻ എയിൽ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ essay ക്വസ്റ്റ്യൻസ് ആണ്. നല്ലപോലെ ക്വസ്റ്റ്യൻസ് വായിച്ച് ശ്രദ്ധിച്ച് എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, derive the IS curve and discuss its implications for the equilibrium in the goods market. Explain the factors affecting its slope and position. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, explain the concept of national income as a measured by product, income and expenditure method. Highlight the precautions necessary for each method. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, compare the classical and Keynesian approach to macroeconomics. How does each system address output and employment determinations? നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ കോസസ് ഓഫ് ഇൻഫ്ലേഷൻ. ഹൗ ഡു ഡിമാൻഡ് പുൾ ആൻഡ് കോസ്റ്റ് പുഷ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു റൈസിംഗ് പ്രൈസസ്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ എഴുതിയാൽ മതിയാകും. അടുത്ത സെക്ഷൻ ബി, ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ഓരോന്നിനും 12.5 മാർക്ക് വീതമാണ് വരുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ ഇൻ ദ കെയ്നീഷ്യൻ ഫ്രെയിംവർക്ക്. ഹൗ ഡു ദേ കോൺട്രിബ്യൂട്ട് ടു എക്കോണമിക് സ്റ്റെബിലിറ്റി. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ വേരിയസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ആൻഡ് ദെയർ ഇമ്പാക്ട് ഓൺ ദ എക്കോണമി. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ, ഡിറൈവ് ഇറ്റ്സ് ഫോർമുല ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ലിമിറ്റേഷൻസ്. 8ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ കോമ്പണൻസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് ദെയർ ഇന്റർറിലേഷൻസ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ സൈമിൾട്ടേനിയസ് ഇക്വിലിബ്രിയം ഈസ് അച്ചീവ്ഡ് ഇൻ ദ ISLM മോഡൽ. യൂസ് എ ഡയഗ്രാം ടു സപ്പോർട്ട് യുവർ ആൻസർ. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ലിമിറ്റേഷൻസ് ഓഫ് GDP ആസ് എ മെഷേഴ്സ് ഓഫ് എക്കോണമിക് പ്രോഗ്രസ്. ഹൗ ക്യാൻ ദിസ് ലിമിറ്റേഷൻസ് അഫക്ട് പോളിസി മേക്കിംഗ്. അപ്പോൾ ഇവിടെ 6 ക്വസ്റ്റ്യൻസ് മൊത്തം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും 4 നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ഇനി സെക്ഷൻ സിയിൽ നോക്കുമ്പോൾ ഷോർട്ട് നോട്ടാണ്. ഏതെങ്കിലും 2 നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വൺ, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. 2, സ്ട്രക്ചറൽ തിയറി ഓഫ് ഇൻഫ്ലേഷൻസ്. 3, സ്റ്റാഗ്ഫ്ലേഷൻ. 4, ബാലൻസ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 തിയറികൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. നല്ലപോലെ എഴുതുക, നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം.
കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.